പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായ ഫിലിപ്പ് മമ്പാടാണ് പിടിയിലായത്. മഹേഷ് കുമാർ ചേരുകയാണ്. മഹേഷ്, ഒരുപാട് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്നാണോ മനസ്സിലാവുന്നത്? എന്താണ് ഈ കേസിലേക്ക് നയിച്ച സാഹചര്യം? അനൂപ്, ഈ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കോഴിക്കോട് ചേവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പോക്സോ കേസാണ്. 16 വയസ്സുകാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ കൗൺസിലിംഗിനായി ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കൗൺസിലിംഗ് നൽകുന്നതിനിടയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ കൗൺസിലിംഗിന് വേണ്ടിയും ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിയെ അല്പം കൂടി കുട്ടിയുടെ ഒരു മാനസിക നില മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയാണ് കൊണ്ടുപോയാക്കിയത്. പക്ഷേ ബോധപൂർവം കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊണ്ടുപോയി പീഡനത്തിനിരയാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഫിലിപ്പ് മമ്പാട് അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ്. മാത്രവുമല്ല, പ്രത്യേകിച്ച് ലഹരിക്കെതിരെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്. പോലീസ് സർവീസിലായിരുന്നു. പോലീസ് സർവീസിൽ നിന്നും സ്വയം വിരമിച്ചതാണ്. 2025 സെപ്റ്റംബർ 3 ഈ കുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാട് എത്തിച്ചതും 21 ദിവസം അവിടെ മുറിയെടുത്തു പീഡനത്തിനിരയാക്കി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. ഈ പരാതി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മമ്പാട് കാരച്ചാലിലെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണുള്ളത്. അല്പസമയത്തിനകം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് സർവീസിലിരിക്കെ TV ഷോകളിലും അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഫിലിപ്പ് മമ്പാട്. അതിനുശേഷം പോലീസ് തന്നെ പലപ്പോഴും ഈ നേരത്തെ ഫിലിപ്പ് മമ്പാടിനെ മാറ്റി നിർത്തിയ ഈ മോട്ടിവേഷൻ സ്പീക്കും ഒക്കെയായി നടക്കുന്ന ചുമതല പോലീസിന്റെ ചുമതല മാത്രം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വയം വിരമിച്ച് ഫിലിപ്പ് മമ്പാട് പൂർണ്ണമായിട്ടും മോട്ടിവേഷൻ സ്പീക്ക് എന്നത് ഒരു തൊഴിലായിട്ട് പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കേസും ഈ കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നു ഇപ്പോൾ കസ്റ്റഡിയിലായത്.